ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്ന് കാശി വന്നിട്ട് മൂന്നാമത്തെ ദിവസവും. അപ്പോൾ നമ്മൾ ഇന്ന് ഇറങ്ങുന്നത് ബോട്ടിങ്ങിനാണ്. ബോട്ടിങ്ങിന് പോകാൻ പോണത് മണികർണികയില്ലേ, മണികർണ ആറ്റിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം കാപ്പി പിടിക്കാനാണ് വന്നത്. ഇവിടുത്തെ രാവിലത്തെ ചായ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ കൊടുത്തു, ദോശയും വേറെ കുറേ സാധനം. വിഷയുടെ ചായ എങ്ങനെയുണ്ട്? ചായ എങ്ങനെയുണ്ട്? മസാല ടീ സ്ട്രോങ് ചായ. എങ്ങനെ എന്തത് ബാത്റൂമിൽ പോണോ? പാത്രം കൊള്ളാം. ശരിയാണ്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു കപ്പിൽ ചായ. പേപ്പർ ഗ്ലാസ് മൺ ഗ്ലാസ്സിലാണ് നമ്മൾ എല്ലാം ഇവിടെ കിട്ടുന്നത്. ആദ്യമായിട്ടാണ് ഒരു കപ്പിൽ ഗോകുലേട്ടനും വിച്ചേട്ടനും ഓർഡർ ചെയ്ത ശരാബ് ബട്ടൂര് വന്ന്. എങ്ങനെ ട്രാച്ചു കൊള്ളാമോ? ഐസിൻ്റെ മസാല ദസ വന്നു. മസാല ദസ പൊട്ട വിട്ട് നമ്മളെല്ലാരും കഴിച്ചു കഴിഞ്ഞേട്ടാ. സച്ചുവിന്റെ ബാഗ് ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങിച്ചോട്ട് പോണേ ഉള്ളൂ ഇവിടെ ഉണ്ടാക്കാൻ. ഒതന്റിക് പനീർ ബാഗി. പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇതിലേക്ക് ടവർ കൊണ്ട് പോലാണ് സച്ചുവിനെ ധൈര്യമായിട്ട് എങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അന്തമത്തെ എങ്ങനെ കണ്ടു. അച്ചുവിന്റെ ഒതന്റിക് മാഗി വന്നു. ഇത് കറി കൊണ്ടുവരണം മാത്രമല്ല. സമ്മതിച്ചു. പലയിടത്തും കിട്ടാത്ത ഒരു പ്രത്യേകതരം വിഭവമാണ് പനീർ ഓർഡർ ചെയ്തിരിക്കുന്നത്. പനീർ മാഗി വാരണാസി സ്പെഷ്യൽ. അവരാദ്യം ഉണ്ടാക്കി ഇപ്പൊ പോയി വാങ്ങിച്ചോട്ടോന്നുള്ള അപ്പുറത്തെ കടയിൽ പോയി കടയിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ കഴിയും ലാസ്റ്റിലേക്ക് വെള്ളം തന്നെ. എങ്ങനെ റാച്ചു കൊള്ളാം. മാഗി അതൊന്നുമില്ല. പനീറും മാഗിയും മറ്റേ വെള്ളം ഇടുമ്പോൾ മസാല പത്രം വരും. ഇതാണ് കട. വലിയ കുഴപ്പമില്ല, നല്ല ഫുഡാണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോകണ വഴിക്കിരിക്കുന്ന ഹോട്ടലാണ്. ഗൈസ് നമ്മളിപ്പം ബോട്ടിങ്ങിന് വന്നത് ദശാശ്വം എന്നത് ഘട്ടിലോട്ടാണ്. അതുകൊണ്ട് ഇതൊരു സുവനീർ വാങ്ങാൻ കയറി. നിങ്ങളിപ്പോ എന്തിന് പാൻറ് ഇന്നും കൂടെ ഉള്ളു, നാളെ ഇല്ല. ഗൈസ് ഈ ഷർട്ട് നോക്കിയാണ്, കൊള്ളാം. ഷർട്ട് താണ്ട കോളറൊക്കെ ഉണ്ടല്ലോ. താണ്ട എനിക്കല്ല, വിഷോട്ട് എടുത്ത എനിക്ക് വേണ്ട. ഞാൻ ഈ കൂറ സാധനം ഒന്നും ഇല്ല. ഷർട്ട് 350 രൂപ. ഇത് 350 രൂപ. ഇത് എത്ര പാൻറ്? 350. ഇത് 350. 700. കുറച്ച് തരാന്ന്. ഇത് 350 രൂപയ്ക്കില്ല. അത്ര ക്വാളിറ്റി ഒന്നുമില്ല. ഏടാ മോനെ കൊള്ളാം കേട്ടോ. ഞാൻ ഒരു സുവനീറും എടുത്തു. നമ്മൾ ഇന്നലെ ഗംഗാരതി നടന്ന ആ സ്ഥലത്താണ് വന്നത്. സെയിം ആ ഘട്ടിൽ ഇന്നലെ വന്ന. ഗായ്സ് ഈ നിരത്തിയിട്ടിരിക്കുന്ന ഈ ടേബിളെല്ലാം ഈ
ബലിയിടുന്ന സ്ഥലങ്ങളാണിത്. മരണാനന്തര ചടങ്ങുകൾ ചെയ്യണ സ്ഥലങ്ങളും പിന്നെ മസാജ് ചെയ്യണ ആൾക്കാർ. പിന്നെ രാത്രി ഇപ്പോൾ വേറെ ആൾക്കാരും വരും. ഇന്നലെ നമ്മൾ ഇതിൻ്റെ മേളിൽ നിന്നാണ് കണ്ടത്, വീഡിയോസ് എടുത്തല്ല. നമ്മളിപ്പോൾ ബോട്ടിൽ പോകാനാണ് ഇങ്ങോട്ട് വന്നത്. हरिश्चंद्र घाट, केदार घाट, राजा घाट, नारद घाट, शमेश्वर घाट, मानसरोवर घाट, दिक्पतिया घाट, पांडे घाट, मणिकर्णिका घाट, ललिता घाट, मीर घाट, ये सब दिखाएगा. कोटी घाट कर रहा हूँ. आप यूट्यूब में फेमस हो रहे हैं. अरे यूट्यूब में പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ പോകാൻ പോണ ഘട്ടുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. അതൊന്നും എനിക്ക് കാണാതെ പറയാൻ പറ്റില്ല. ഡാലോ लाइफ जैकेट डालो. दशाश्वमेध घाट. इधर में ब्रह्मा ने 10 बार ये स्नेह किया, इसलिए इसका नाम दशाश्वमेध घाट. ये काशी का मुख्य घाट. ये लाल वाला आपका है ना, माँ शीतला का मंदिर, बड़ी माँ शीतला मारियम्मा. आप लोग इंदिरा टैगोर देखा था, ये इधर से बोलता है ना पंडित. പോലീസ് ബോട്ടാണെന്ന് പറഞ്ഞു, പോലീസ് ബോട്ട്. नागपुर महाराज का मुंशी गढ़ देखो, अच्छा है ना. देखो गंगा का पानी उधर से दिया हुआ है. इधर तो पीला वाला छोटा बोट है ना, पीला वाला, उसके बगल में देखो पीला लकीर में लिखा हुआ है हेलो पे, वहाँ तक गंगा का पानी गया हुआ 1978 में. അത് എഴുതിക്കണട്ടാ, അതുവരെ ഈ ഗംഗാ നദി അതുവരെ പൊങ്ങിയിട്ടുണ്ടെന്ന് 1970. മുൻഷിഘട്ട് അതുവരെ പൊങ്ങിയിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. വെള്ളം 1970 ഇത്ര ലെവലിൽ വെള്ളം പൊങ്ങിയിട്ടുള്ളത്. ബീഹാർ കാ രാജ് കാ ഗട്ട്, दरबान का गट. अभी होटल अभी इलेक्ट्रिक हो गया, होटल भी हो गया. എന്റെ മോനെ വെടലം പോട്ട്. विश्वकर्मा पैलेस, वो मोबाइल पे रिसर्च करो, आपको प्राइस भी आ जाएगा. होटल आ गया घाटाണ് അതിന്. आपका राणा महल घाट. ആ ഘട്ടിലേക്ക് ഹോട്ടലാക്കി. ഒരു ദിവസത്തെ റെന്റ് 50,000 രൂപ. ഉദയ്പൂർ രാജസ്ഥാൻ. അയ്യന്ന 50,000 രൂപ. पांडे घाट, बगल वाला बबुआ पांडे, एक काशी का ब्राह्मण लोग का बबुआ पांडे, बिदेश्वर पांडे. बबुआ पांडे घाट, ये पांडे घाट देखो. शिवाजी महाराष्ट्र सभी लोग महाराष्ट्र और राजस्थान में सभी जगह के लोग आए. उनका मैसूर का भी आया है. राजा घाट महाराष्ट्र राजा, महाराष्ट्र का राजा. महाराष्ट्र वो देखो गंगा का पानी वहाँ से क्या है ना, लिखा हुआ हाई प्लाट टेबल गिरा ना बालकनी को ऊपर. അത്രയും വെള്ളം കയറിയിട്ടുണ്ട്. മഞ്ഞ കളറിൽ എഴുതിയിട്ടുണ്ട്, കറുത്ത കളറിൽ അത്രയും വരെ വെള്ളം കയറിയിട്ടുണ്ട്. അതുവരെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് ഇപ്പൊ ആലോചിച്ച് നോക്കാൻ. ഇവിടുത്തെ ഇപ്പൊ വെള്ളം നല്ല കുറവാണ്. केदारगढ़ केदारनाथ टेम्पल, बद्री केदारनाथ घाट. ഒരു തമിഴ് ടച്ച് ഉണ്ട്, തമിഴ് വേർഡ് എഴുതിയിട്ടുണ്ട്. लाल वाला विद्यानगरम घाट, आंध्र प्रदेश महाराष्ट्र. आंध्र प्रदेश का महाराज का गढ़.
ഈ ബോട്ടിലാണ് നമ്മളിപ്പോൾ പോയത്. പുള്ളിക്കാരെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു, പക്ഷെ ഒന്നും കേട്ട് കാണൂല. ആ എൻജിൻ ബോട്ടാണ്, ഭയങ്കര ശബ്ദം ആ മോട്ടർ. പൈസ കൊടുക്കട്ടെ, 1000 രൂപ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് പോകാൻ പോണത് ചൈനീസ് ടെമ്പിളിലാണ്. ചൈനീസ് ടെമ്പിളിൻ്റെ അടുത്താണ് നേപ്പാൾ ടെമ്പിൾ. അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോണത്. ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ സംതിങ് ഉണ്ട് അങ്ങോട്ട്. രണ്ടും അടുത്താണ്. നമ്മൾ ഇവിടെ നിന്ന് ഊബർ ഓട്ടോയെ പിടിച്ച് അങ്ങോട്ട് പോകാം. ഇല്ല, ബസ്സൊന്നും കാണാനില്ല. നമ്മൾ വന്ന വഴിക്കൊന്നും ബസ്സുകളൊന്നും കാണാനില്ല. മെയിൻ റോഡ് വഴിയേ ഉള്ളൂ. കഴിച്ച് ഇവർ ഐസ്ക്രീം കഴിക്കാൻ കയറി. നോക്കാം എന്തൊക്കെ ഫ്ലേവർ ഉണ്ടോ നോക്കട്ടെ. എന്തൊക്കെയുണ്ട് ഫ്ലേവർ? ചോക്ലേറ്റ്, വാനില, സ്ട്രോബെറി, അമേരിക്കൻ ഡ്രൈ നട്ട്, ചോക്ലേറ്റ് ബാർ, ചോക്കോ പേസ്റ്റ്, പിസ്ത. എനിക്ക് വേണ്ട കേട്ടോ, നല്ല വെയിൽ. ഇതൊന്നും അവിടെ പിസ്തയാണോ? പിസ്ത ചോക്കോ ബാർ. സ്വാഭാവികം. കണ്ടിട്ട് അറിയാതുള്ള ഇത് മാത്രമേ ഉള്ളൂ. അത് കണ്ടിട്ട് വായിക്കാൻ തോന്നുന്നു. സച്ചു ഭയങ്കര ഒതന്റിക്കാണ്. പോയി തരണം നീ. ഒതന്റിക് ഫുഡ്. ഇത് പിന്നെ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് വ്യത്യാസം കാണും. സച്ചുവിൻ്റെ ഇരിക്കണം. വ്യത്യസ്തയുടെ ജീവിതം, വ്യത്യസ്തമായ ജീവിതം. കഴിഞ്ഞ് വിച്ചാണ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചേട്ടാ എങ്ങനെയുണ്ട്? മലായിയ അതേപോലെ അത് തന്നെ സാധനം. അത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വന്നു. ഹലോ ചായക. ഇപ്പം നമ്മൾ കണ്ട ഒരു അഗോരിയാണ്. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ വീഡിയോ എടുക്കണം. എന്നാലും ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് ക്യാമറ അങ്ങോട്ട് പിടിക്കാത്തത്. ചിലവരും ഓക്കെയാണ്, എല്ലാവരും അങ്ങനെയല്ല. ചിലവർക്ക് അങ്ങനെ ഇഷ്ടമല്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. സ്വീറ്റ്സ്, ജിലേബി, സമൂസ. അടുത്ത കടയിൽ കയറി ലസ്സി കുടിക്കുക. നോക്കട്ടെ, കൊള്ളാൻ പോകും. ലസ്സി ഷോപ്പ്. ഒള്ളി ഡിസ്പ്ലേ. ഇപ്പം വെക്കൂലേ ഇത്? ലസ്സി ഉണ്ടോ? മിനറൽ വാട്ടർ. ലസ്സി അല്ലേ? ഇവിടെ കുറെ ഡ്രസ്സ് കടയുണ്ട് കേട്ടോ. ബനാറസ് സിൽക്ക് ഫേമസ് है. ഗായ്സ്, ഇവിടെ കേരള സാരിയും തമിഴ്നാട് സാരിയും ഉണ്ട് കേട്ടോ. ഇന്നലെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു തന്നതാണ്. എല്ലാം ഉണ്ട്. ആ ഭാഗത്ത് എവിടെയാണ് നമ്മൾ ഇന്നലെ വന്ന വഴിക്ക് പറഞ്ഞു തന്നു. കേരള സ്റ്റൈലുണ്ട്, തമിഴ്നാട് സ്റ്റൈലുണ്ട്, എല്ലാം ഹോൾസെയിലാണ്. ഇന്നലെ വിളിച്ചേട്ടാ മാറ്റി സാർ. 3 प्यार करता है मेरे प्यारी भाई. സൈക്കിൾ വാടക കിട്ടുമോ? സൈക്കിൾ വാടക കിട്ടും. ചവിട്ടണ്ടേ? ആരെങ്കിലും ചവിട്ടി തരും. ഇന്നലെ ഈ സെയിം സാധനം എത്ര കൊടുത്ത് വാങ്ങിച്ച ഭായി? 600 രൂപ കൊടുത്ത് വാങ്ങിച്ച. ഇതെത്ര? 300? അല്ലേ, ഞാൻ വിഷയമല്ല. ഇങ്ങനെ പഠിക്കണം എല്ലാ കാര്യവും. എന്തെങ്കിലും വാങ്ങണ ഒരു 3 കടയിലെങ്കിലും മാക്സിമം കയറി റേറ്റൊക്കെ ചോദിക്കണം.
എങ്കിലേ പിടിയുള്ളൂ. ഇമ്മാര് ആദ്യമേ ചെല്ലുമ്പം ഒരു 200 രൂപയുള്ള സാധനം 400, 500 പറയും. ഒരു 3-4 കടയിലേക്ക് കയറി വരുമ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് നമുക്ക് മനസ്സിലാവും. ബ്ലൗസിൻ്റെ പല വെറൈറ്റീസും ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിലാരും യൂസ് ചെയ്യൂല ഈ ഡിസൈനൊന്നും. ഇതൊക്കെ ഇത്തിരി ഓവർ കളറും ഡിസൈനും ഒക്കെയാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ നൈറ്റ് ഇതേപോലെ തന്നെ. നമുക്കൊന്നും കേരളത്തിലുള്ളവർക്കും ചിലപ്പോൾ ഒന്നും ഇഷ്ടപ്പെടില്ല. സുരഭി ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം ഭർത്താവിൻ്റെ സ്നേഹം. ഓരോ കടകൾ കയറി ഇറങ്ങി നടക്കുകയാണ് എൻ്റെ സുരഭയ്ക്ക് വേണ്ടി. നമ്മൾ ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ പോകാനായിട്ട് ഊബർ ബുക്ക് ചെയ്തിരിക്കുകയാണ്. എത്ര രൂപ ഊബർ? 268 രൂപ. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഗായ്സ് ഊബർ എടുത്ത് അതിൽ 5 വരെ കയറ്റൂല. അത് തിരിച്ചു പോയി ക്യാൻസൽ ചെയ്തിട്ട്. ഇതേപോലത്തെ വണ്ടി ചോദിച്ചോ റേറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കും. 5 വരെ. ഇവിടെ നിന്ന് ഒരു 8-9 കിലോമീറ്റർ ഉണ്ട്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ എന്തിനാണെന്ന് നോക്കിയിട്ട് ചെയ്യാം. എന്തെന്ന് പറഞ്ഞു? 800 രൂപ. അതിനേക്കാളും അല്ല അതിനേക്കാളും കാറല്ലേ നല്ലത്. നമ്മൾ ഒരു ഊബർ ബുക്ക് ചെയ്തപ്പം 5 വരെ കയറ്റില്ല. അതൊക്കെ പോയി. ഇതിപ്പം ഈ ഓട്ടോ ചോദിച്ചു കാണിച്ചു കൊടുത്തു. ഈ ആട്ടോയ്ക്ക് അപ്പ് ആൻഡ് ഡൗൺ 800 രൂപയാണ് ചോദിച്ചത്. ഇപ്പം അടുത്ത ഒരു SUV ബുക്ക് ചെയ്തു. അതിപ്പോൾ വരും. വെയിറ്റിംഗാണ്. 100 എക്സ്ട്രാ. 100 എക്സ്ട്രാ. 5 വരെ ഉള്ളതുകൊണ്ട് ഒരാളെ എക്സ്ട്രാ ആയിട്ട് 100 രൂപ നോക്കട്ടെ. 500 രൂപ കൊടുത്താൽ അത് നമ്മളെ വണ്ടി വന്നു. ഹോണ്ട അമേസ്. നമ്മൾ വണ്ടി കയറി. ഊബർ കൊള്ളാം. നല്ല ക്ലീനാണ്. വണ്ടി മാനുവലാണ്. നമ്മൾ പോണത് സാർനാഥിലാണ്. സാർനാഥിലാണ് ആ ടെമ്പിൾ ഉള്ളത്. ബുദ്ധിസ്റ്റ് ടെമ്പിൾ. ഇവിടെ സ്കൂട്ടർ 2 വീലേഴ്സ് റെന്റ് ഉണ്ട്. ഏറ്റവും വലിയ സ്കാം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്കൂട്ടർ എടുത്താൽ ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ പോയാലും തട്ടും. നമ്മൾ എങ്ങനെ മര്യാദയ്ക്ക് ഓട്ടിച്ചാലും ഇങ്ങോട്ട് വന്ന് തട്ടും. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതിനെങ്ങാലും ഇതേപോലെ ഊബറ ഓട്ടോയോ വല്ലയിടത്തുകൊണ്ട് കറങ്ങണം നല്ലത്. പോണ വഴിക്ക് ട്രാൻസ്പോർട്ട് ബസ്സൊന്നും കാണാനില്ല കേട്ടോ. കുറവാണ്. എനിക്ക് തോന്നുന്നത് ഈ വാരണാസി ഈ അമ്പലത്തിൻ്റെ അങ്ങോട്ടൊന്നും ഈ വലിയ ബസ്സുകളും ലോറികളൊന്നും കയറ്റി വിടൂല. ഇവിടെ എല്ലാം കാറും സ്കൂട്ടറുകളും മാത്രമേ ഉള്ളൂ. സ്കൂട്ടറാണ് നല്ലത് ഈ റോഡിലൊക്കെ ഓട്ടിക്ക്. ഈ ആട്ടോയിൽ പോകണുണ്ടോ? ഇതേപോലെയാണ് നമ്മൾ ആട്ടോ എടുത്തപ്പം പറഞ്ഞത് 5 പേർക്ക് ഇരിക്കാം. ഫ്രണ്ടിൽ ഡ്രൈവർ ഉൾപ്പെടെ 3 പേര്, ബാക്കിൽ 3 പേര്. അങ്ങനെ പോണ റിസ്ക്കാണ് ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ. ഇത് കണ്ട टेस्टिंग है. ഇത് ഓപ്പൺ ആയില്ല. ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇതിൻ്റെ പണി അവിടെ നടപ്പുണ്ട്. നമ്മൾ വരണ വഴി കണ്ട് പില്ലർ പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് അടുത്ത് വന്നുണ്ട് വാരണാസിയില. വാരണാസിയിൽ കുറേ പുതിയ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ പണികൾ നടപ്പുണ്ട്. അപ്പം പഴയ സെറ്റപ്പിൽ നിന്ന് വേറെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് പൊതുവായിട്ട്. ആ പേരാ മണ്ടയിൽ കാരിയർ അടിച്ചിരിക്കണ്ട. ഏതോ എഞ്ചിനാണ് കൊണ്ടുപോകണം വണ്ടിയിൽ. ഗായ്സ് നമ്മൾ കണ്ട സർനാഥ് എത്തി. ഇവിടെ സംഭവം കുറേ സാധനങ്ങൾ കാണാനുണ്ട്. കണ്ട ടിബറ്റ് ടെമ്പിള്,
പിന്നെ സർനാഥ് റെയിൽവേ സ്റ്റേഷൻ, സർനാഥ് മ്യൂസിയം. പിന്നെ അതല്ലാണ്ട് ഇവിടെ കുറേ 2-3 ടെമ്പിളൊക്കെ ഉണ്ട്. ഒരു ചൈനീസ് ടെമ്പിളും കൂടെ ഉണ്ട് ഇവിടെ അടുത്ത് എവിടെയാണെന്നാണ് പറഞ്ഞത്. അപ്പം ടിബറ്റിൽ പോയിട്ട് നമുക്ക് ഇത് ടിബറ്റൻ ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണ്. കയറുമ്പോൾ തന്നെ സാധാരണ പോലെ തന്നെ കുറേ കച്ചവടക്കടകൾ, ബാഗ്, കുറേ സുവനിയർ, കുറേ ബുദ്ധൻ്റെ ചെറിയ ചെറിയ ഉണ്ട് ഈ സംഭവങ്ങൾ. പിന്നെ ഫുഡ്, സ്നാക്സ് എല്ലായിടത്തും ഉള്ളത് പോലെ തന്നെ. ഗൈസ്, ഇതിൻ്റെ അകത്താണ് ടിബറ്റൻ ടെമ്പിൾ. ഫോൺ അലൗഡ് ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, ഫോണ് കൊണ്ട് കിടന്നിട്ട് ഒന്നും ചോദിച്ചില്ല, സെക്യൂരിറ്റി ഒന്നും ചോദിച്ചില്ല. അപ്പം ഇതാണ് വാരണാസിയിലെ ടിബറ്റൻ ടെമ്പിൾ. ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത്. അകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞൂടാ, നമുക്ക് കയറി നോക്കാം. അകത്ത് ഇനി ഫോൺ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, നോക്കട്ടെ. ഗൈസ്, അകത്തൊരു ഡയലോഗ് ഒന്നും അടിക്കാൻ പറ്റില്ല, സൈലൻ്റ് ആയിരിക്കണം. ഫോൺ സൈലൻറ്റ് ചെയ്യാൻ പോകണം, വീഡിയോ എടുക്കാം. കണ്ടോ? इसी को हम लोग बोलते हैं बोधि ब्रिज कैंपस। जिस पेड़ के नीचे बुद्ध भगवान ज्ञान की प्राप्ति हुई थी, यहाँ पे इनका ब्रांच लगाया हुआ है। यहाँ पे 3 ब्रांच है। पहला है बोध गया बिहार में, दूसरा है श्रीलंका में, तीसरा आपका है सारनाथ में। बोध गया बिहार से श्रीलंका लाने वाले थे अशोक सम्राट के बेटे और बेटी ने, संघमित्रा महेंद्र धर्मपाल जी, जिन्होंने इस टेम्पल को बनवाया था। आपका टेम्पल बना था 1931 में, हिस्ट्री को लगाया गया था 1932 में। उन्हीं के जस्ट बगल में देखेंगे तो बुद्ध ने 5 शिल्प का मॉडल, सिर्फ इनका यहाँ पे मॉडल लगाया गया है ज्ञान स्तूपा के पास दिए थे। एक ये आपका मॉडल लगाया गया था 1988 में। अब उधर में जो लोग घुमा रहे हैं उसको हम लोग बोलते हैं धर्म चक्र परिवर्तन। उसको बोलते हैं परिवर्तन। उसमें तिब्बत में लैंग्वेज लिखी ओम माने पद में होम, जैसे हम लोग ओम नमः शिवाय बोलते हैं, जैसे तिब्बत लोग ऐसे बोलते हैं। और इसका फुल फॉर्म होता है बुद्धम शरणम गच्छामि, संगम शरणम गच्छामि। इसको लामा लोग घुमाते हैं शांति के लिए, इसको घुमाने 204 मंदिर का जाता है। उधर देखिए बनास का सबसे बड़ा घंटा वो वाला, ये अष्ट धातु वाट मेटल का है। इनको जर्मन की लेडीज को रेंट किया था 2005 में, जो कि मार्च 20 ऑफ इंडिया थी। एक मिनट से बताएंगे। हेलो ഗൈസ്, ഈ അമ്പലം വേൾഡിൽ 3 ഉള്ളൂ. ഒന്ന് ഇന്ത്യയിലും ശ്രീലങ്കയിലും പിന്നെ ടിബറ്റിലും എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്.
നമ്മളിനി പോണത് ഇവിടുത്തെ ഒരു ടെമ്പിളിലാണ്, ഇവരുടെ ആയിട്ടുള്ള ഒരു ടെമ്പിളിലാണ് ഇനി പോണത്. അത് കഴിഞ്ഞിട്ട് ഒരു സൊസൈറ്റി, ഇവരെ തന്നെ ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ട്, അവിടോട്ടാണ് പോണത്. പുള്ളിക്കാരനാണ് കൊണ്ടുപോകുന്നത്. ഗായ്സ്, നമ്മൾ താണ്ട ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിളിലെത്തി. ചൈനീസ് ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണിത്. Route of Huin Xian come to India in BE. ഇദ്ദേഹം ഇന്ത്യയിൽ വന്ന വഴിയാണ്. പറയാനാണെങ്കിൽ ഇത് കുറേ ഉണ്ട്, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ഇതൊക്കെയാണ് ചൈനീസ് ടെമ്പിളും ടിബറ്റൻ ടെമ്പിളും. ഇനി ഇവർക്ക് ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ട്, അങ്ങോട്ട് പോകുന്നതാണ് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് കൂടി പോയി നോക്കാം. രസമുണ്ട്, നല്ല രസമുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുണ്ടെന്നറിയാം, എന്നാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ചൈനീസ് ടെമ്പിൾ സൂപ്പർ സൂപ്പർ, ഒരു രക്ഷയില്ല. നല്ലൊരു സമാധാനമാണ്. വേറെ ഒരു ഡ്രസ്സ് കടയെ കൊണ്ടുവന്നു, ബനാറസ് സാരീസ്, ആൾ കൈൻഡ് ഓഫ് ബനാറസ് സാരീസ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. ബനാറസ് സാരി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ബനാറസ് സാരിയുടെ മാനുഫാക്ചറിങ് ആണ്. ഇതൊന്നും ഇവർ ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. ओके, और हम लोग इधर में बनाने के बाद इधर में हम लोग प्रचार के लिए दिखाते बताते हैं कि यहाँ अभी भी हैंडलूम से साड़ी दुपट्टे हर चीज़ बनाए जाते हैं, मेकिंग होता है। ठीक है, हाँ, इधर में बैठ के 2 मिनट देख सकते हैं, देखने का चार्जर दिखाएंगे। मंदिर विजिट किया होगा, बॉडी पे सिल्वर जेल के काम आएंगे। मार्केट में 2800 की सेलिंग है, हमारे यहाँ डिस्काउंट पर 1050 रुपीज़ का आएगा। इसमें 40 कलर्स आएंगे और इसी में देखिए बनाया जाता है बनारस के करियर बनारस। ये 1500 की आती है डिस्काउंट। मैडम वैसे तो इसमें आपको 40 कलर्स मिलेंगे। कपड़े सब देखिए एकदम सॉफ्ट मक्खन के जैसा आएगा। ये आंचल आती है, पूरी बॉडी आएगी और इसमें भी आपका सिल्वर जेल के काम देखिए आएगा। बनारस का मूंगा सिल्क साड़ी से, इस साड़ी को बनाने में 3 से 4 डेज लगता है। ऐसा ये आंचल आती पूरे बॉडी पे महीने वर्क आएंगे, मल्टी कलर्स पूरी बॉडी प्लेन आएगी और इधर से 1650 की आएगी।
इसमें कलर्स मिलेंगे आप फिर ऐसे में देख के आएगा। बट ये सारनाथ इसमें सारनाथ वन में ही आता है, एक साड़ी में ही आएगा। ये जो एक साड़ी है ना, इसमें ही सारनाथ आता है। बाकी सभी साड़ियों में अलग अलग डिजाइन आते हैं, अलग अलग पैटर्न। എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സാരിയെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല, അതാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. എന്തായാലും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്ക്. ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവും ഈ കളറും കാര്യങ്ങളും ക്വാളിറ്റി. എനിക്ക് മനസ്സിലായില്ല. ഗായ്സ്, അങ്ങനെ ഇവിടെ എല്ലാം കറങ്ങി റൂമിലോട്ട് പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ട് റൂമിലോട്ട് പോകും, കുറച്ചൊന്ന് കിടക്കണം, എന്നിട്ട് വൈകിട്ട് ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങണം. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ പറഞ്ഞവരാ. ബൈ Bye. Bye. Bye, guys. ബൈ.